മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ അധികം ഹെയർ ടിപ്പ്, ഹെയർ ഷാംപൂ, ഹെയർ പാക്ക്, അതുപോലെ ഹെയർ സ്പ്രേ, അങ്ങനെ കുറേ വീഡിയോസ് ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ കുറേ പേരായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഹെയർ ഓയിൽ പരിചയപ്പെടുത്ത്, ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യണത് എന്ന് ചോദിച്ചിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്. ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള അതിൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് വളരാനുള്ള റീസൺ ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ, ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ നല്ല ടൈം എടുത്തിട്ടാണ് ലെങ്ത് വെക്കാറ്, പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് വളർന്നു. അപ്പോൾ ഞാൻ ഹെയർ ഓയിൽ കാണിക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു 1 ഇയർ മുന്നേ, 1 ഇയർ 2 ഇയർ ആയെന്ന് തോന്നുന്നു, 2 ഇയർ മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹെയർ ഓയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്താണെങ്കിലും ഇപ്പോൾ ഞാൻ ഈ ഇടാൻ പോകുന്ന വീഡിയോയിലാണെങ്കിലും വന്ന് പറയും, നിങ്ങൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയും. കുറേ പേര് പറയും, എന്തായാലും ഷുവറായിട്ടും പറയും. അങ്ങനെ പറയുന്നവരുടെ അടുത്ത് വേണ്ടിയിട്ട് പറയുവാണേ, നമ്മൾ ചിലപ്പോൾ ആ ടൈമിൽ യൂസ് ചെയ്തുള്ള ഹെയർ ഓയിൽ, നിങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു സാധനം കാണുമ്പോൾ, ഒരാളുടെ റിവ്യൂ കാണുമ്പോൾ നിങ്ങൾ മേടിച്ച് പർച്ചേസ് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സും. നമ്മളൊരു സാധനത്തിൻ്റെ റിവ്യൂസ് കാണുമ്പോൾ അത് ജെന്യുവൻ ആണെന്ന് ഫീൽ ചെയ്താൽ നമ്മളും അത് മേടിച്ച് ട്രൈ ചെയ്യും. എന്നിട്ട് അതിൽ കിട്ടുന്ന റിസൾട്ട് ഓർ എന്ത് ഡ്രോബാക്ക് ആണെങ്കിൽ പോലും നമ്മളത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും. അതാണ് മെയിൻലി ഒരു ഇൻഫ്ലുവൻസർ ചെയ്യുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഹെയർ ഓയിൽ പരിചയപ്പെടുത്തിയാലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്ത് നമുക്കൊരു റിസൾട്ട് കിട്ടുമ്പോഴാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ 1 ഇയർ 1.5 ഇയറിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ഓയിൽ ഞാനൊരു റിവ്യൂ കണ്ടിട്ട് മേടിച്ചതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് പേഴ്സണലി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഷെയർ ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ. പക്ഷേ ഞാൻ അത്രത്തോളം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു 4 മന്ത്സേ ആയിട്ടുള്ളൂ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ഏതാണെന്ന് ഞാൻ കാണിക്കാം. ഇതാണ് പ്രൊഡക്റ്റ്. ആയുഷ് ഹെർബലിൻ്റെ ഹെയർ ഓയിലാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണിത്. അവരുടെ തന്നെ ഷാംപൂ ആൻഡ് ഹെയർ പാക്ക് ഒക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ ആക്ച്വലി ഹെയർ ഓയിൽ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഇപ്പം റീസെൻ്റ്ലി ഒരു കാര്യം ഞാൻ പറയാം. റീസെൻ്റ്ലി ഞാൻ ഇപ്പോൾ ഹെയർ ഓയിൽ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഹെയർ ഓയിൽ ലെങ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഓയിൽ നല്ല നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാട്ടോ, മുടി ഇത്ര വരെ വളർത്തണം, നീളം വെപ്പിക്കണമെന്ന്. മുന്നേ ഇത്തിരി നീളം വെക്കുമ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്ത് കളയുമായിരുന്നു. പക്ഷെ ഇപ്പം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ലെങ്ത് വെച്ചാൽ കട്ട് ചെയ്യാൻ സമ്മതിക്കാമെന്ന്. അതുകൊണ്ട് ഒരു ചലഞ്ച് പോലെ ഞാൻ ഇത്രയും വളർത്താൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ റിസർച്ചും നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് ഇടുന്നതാണെങ്കിലും നമ്മളെ കണ്ണിൽ എപ്പോഴും പെടുന്ന വീഡിയോസും പ്രൊഡക്റ്റുകളും നമ്മളെപ്പോഴും സ്ട്രൈക്കായിട്ടിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇൻഫ്ലുവൻസർ ഒരു റിവ്യൂ ഇട്ടിരിക്കുന്ന കണ്ടിട്ട് ഈ സാധനം പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ആയുഷ് ഹെർബലിൻ്റെ ഹെയർ ഓയിൽ കേട്ടോ. അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, നല്ലതാണോ, ജെനുവിൻ ആണോ, അതോ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണോ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞിട്ട് ഇത് നല്ല പ്രൊഡക്റ്റാണ്, നീ ഒന്ന് ഒരു ബോട്ടിൽ മേടിച്ച് യൂസ് ചെയ്ത് നോക്ക്, നിനക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നീ വേറെ മേടിച്ചാൽ അത്. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുമല്ല ഇത് മറ്റേ കുടുംബശ്രീ പോലൊരു യൂണിറ്റ് പോലെ ചേച്ചിമാർ നടത്തുന്ന ഒരു സംരംഭമാണ്. അവർ ഉണ്ടാക്കുന്ന നമ്മുടെ നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, യൂസ് ആവുകയാണെങ്കിൽ മാത്രം പിന്നെ നീ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ബോട്ടിൽ മേടിച്ചേട്ടാ. അപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ മേടിച്ചപ്പോൾ തന്നെ എന്തായാലും ഞാൻ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഷാംപൂ മേടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ തന്നെ ഷാംപൂ മേടിച്ചേട്ടാ. ഇത് നല്ല പ്രൊഡക്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് യൂസിലുണ്ടായ എൻ്റെ അനുഭവം പറയാം. ഒരു 2 വീക്സിൽ തന്നെ ഹെയർ വളരുന്നുണ്ടെന്ന് എനിക്ക് ഫീലായി. ഞാനൊരു ക്ലിപ്പിംഗ് ആഡ് ചെയ്യാം. ഞാനൊരു കുറച്ച് നാൾ മുമ്പേ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തുമ്പ്. ഇപ്പോൾ പെട്ടെന്ന് ലെങ്ത് വെച്ചു. എനിക്ക് ഹെയർ ലെങ്ത് വെക്കാൻ നല്ല രീതിക്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ ഈ ഹെയർ ഓയിൽ. അവരുടെ തന്നെ ഷാംപൂ നല്ല ഷാംപൂ ആണ്. ആൻഡ് ഹെയർ പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രിസിനോസൊക്കെ മാറാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കാനൊക്കെ ഈ പാക്ക് നല്ല. അതിപ്പോൾ 3ാമത്തെ ബോട്ടിലാട്ടോ. 2ാമത്തെ ബോട്ടിൽ ഇത്രയായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യും. ഇപ്പം ലെങ്ത് വെക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെയർ ഓയിൽ 2ാമത്തെ ബോട്ടിൽ തീരാറായി. ഒരു ബോട്ടിൽ കഴിഞ്ഞു,
ഇനി ഒരു ബോട്ടിൽ പൊട്ടിക്കാൻ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ഇപ്പം തീരുന്നതിന് മുമ്പേ മേടിച്ച് വെക്കുവാണ്. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നൈറ്റ് എന്നും അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇട്ട് കിടക്കും. ലെങ്ത് വെക്കാൻ നല്ല രീതിക്ക് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഡാൻഡ്രഫ് പോവും, അതുപോലെ ഹെയർ ഡാമേജ് ഉണ്ടെങ്കിൽ അത് പോകും. അതിനൊക്കെ ഉള്ള നല്ലൊരു കിടിലം പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. നമ്മുടെ എന്താ നല്ല നല്ല കുറേ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇവർ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ ഇതിനകത്ത് എന്തായാലും ചേച്ചിമാർ വന്നിട്ട് കമൻറ്റ് ഇടുമെന്ന് എനിക്കറിയാം. നിങ്ങളിത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ലേ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങൾക്ക് പ്രൂഫ് വരാൻ പറ്റില്ല. കാരണം നീ നോക്കി ഞാൻ യൂസ് ചെയ്ത് പന്തം വന്നിരിക്കുന്ന ബോട്ടിലാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ 4 months ആയിട്ടുള്ളൂ ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അധികം നാളൊന്നും ആയിട്ടില്ല. ഞാൻ റിവ്യൂ കണ്ടിട്ട് തന്നെ മേടിച്ചതാണ്. ഇത് യൂസ് ആണെങ്കിൽ മാത്രം നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ്. ഞാൻ ഹെയർ സ്പ്രേ ഇടുന്ന ടൈമിലും ഹെന്ന വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈച്ചയുടെ ശല്യം പറക്കുന്നു ഇവിടെ എല്ലാം കിടന്നു. അപ്പോൾ ഇതാണ് സാധനം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽ ആഡ് ചെയ്യാം ഇതിനകത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്ത് നോക്കാം. ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. റിവ്യൂ കാണുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാറുണ്ട്, അതുപോലെ നമ്മളും ട്രൈ ചെയ്യാറുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്ത ഹെയർ ഓയിൽ ഇഷ്യൂ കൊണ്ടാണോ നിർത്തിയെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇപ്പം ഹെയർ ഗ്രോത്ത് നല്ല നീളം വെപ്പിക്കാനുള്ള ത്വര കൊണ്ട് ഞാൻ പുതിയ റിസർച്ച് ചെയ്ത് സാധനങ്ങൾ കണ്ടുപിടിച്ച് ട്രൈ ചെയ്യുകയാണ്. അങ്ങനെ മേടിച്ച 3 പ്രൊഡക്റ്റാണ് കേട്ടോ അവരുടെ തന്നെ. നല്ല പ്രൊഡക്റ്റാണ്, എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി. ആൻഡ് ലെങ്ത് നല്ലതുപോലെ വെച്ച് ഞാൻ ക്ലിപ്പിംഗ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹെയർ ഗ്രോത്തായി നല്ല രീതിക്ക് പെട്ടെന്ന് വളരുന്നുണ്ട്. ആൻഡ് ഇത് യൂസ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞല്ലോ, നൈറ്റ് ഞാൻ കിടക്കുമ്പോൾ എന്നും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ നല്ലോണം അപ്ലൈ ചെയ്യും. നല്ല മീൻസ് ഒരുപാട് വാരിക്കോരിയൊന്നും ചെയ്യൂല. അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇട്ട് കിടക്കും. എന്നിട്ട് രാവിലെ ഹെയർ അങ്ങ് വാഷ് ചെയ്യും. ഇതാണിപ്പോൾ ഒരു 4 months ആയിട്ട് ഞാൻ ചെയ്യുന്ന. വീട്ടിലുള്ള എല്ലാ ദിവസവും ഞാൻ ഇത് ചെയ്യും. നല്ല യൂസ്ഫുൾ ആണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ റിവ്യൂ ഇടുമ്പോൾ നിങ്ങൾ എന്തായാലും അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ അവരുടെ പേജിലാണെങ്കിലും റിവ്യൂസ് ആണെങ്കിലും ഇത് ചെയ്തവരുടെ അടുത്താണെങ്കിലും കുറച്ച് എൻക്വയറി ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് എന്ത് പ്രൊഡക്റ്റ് മേടിക്കുന്നത്, എന്ത് പ്രൊഡക്റ്റും ഞാൻ നിങ്ങളിലേക്ക് പറയുന്നത്. ഇന്നലെ പോലും ഞാനൊരു കൊച്ചു മിനി മിഷൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറേ പേര് നല്ല പ്രൊഡക്റ്റാന്ന് പറയുന്നുണ്ട്, കുറേ പേര് ചീത്ത പ്രൊഡക്റ്റാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ മേടിച്ച് യൂസ് ആക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ ഹെയർ ഓയിലും ഞാൻ യൂസ് ആക്കിയിട്ടാണ് റിസൾട്ട് പറയുന്നത്. ഈ ഹെയർ പാക്കും അടിപൊളിയാണ്, ഈ ഹെയർ ഷാംപൂ അടിപൊളിയാണ്. ഷാംപൂ കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഇതിന് വലിയ ബോട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ യൂണിറ്റ് പോലെ ചെയ്യുന്നതുകൊണ്ട് തന്നെ, ചേച്ചിമാർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. ആൻഡ് മോർ ഡീറ്റെയിൽസ് നിങ്ങൾ അവരുടെ പേജിൽ ചെക്ക് ചെയ്യുക. ആൻഡ് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ആക്കുന്നതെന്നൊക്കെ. ആൻഡ് ഞാനും ഇതൊക്കെ നോക്കിയിട്ടാണ് മേടിച്ചത്. ആൻഡ് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആപ്റ്റാണ്, നിങ്ങളുടെ ഹെയറിന് ആപ്റ്റാണെങ്കിൽ തുടർന്ന് യൂസ് ആക്കുക. ഞാനിപ്പോൾ എനിക്ക് ലെങ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പം ആ പുതിയ ബോട്ടിൽ വരെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഹെയർ ഓയിൽ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആൻഡ് ഇവർക്ക് യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ആൻഡ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ടെക്സ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും പറ്റും. ആൻഡ് ഇവരുടെ പേജിൽ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. കുറേയധികം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഈ പ്രൊഡക്റ്റ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.